ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. കാർഷിക സർവകലാശാല VC ഡോക്ടർ B അശോകിനെതിരെ SFIയുടെ പ്രതിഷേധം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ VC ഡോക്ടർ B അശോക് എത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം അവിടെ ഇപ്പോൾ SFI ഉയർത്തിയിരിക്കുന്നത്. പ്ലക്കാർഡുകളുമൊക്കെയായി പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത്. അവിടെ പോലീസ് അവരെ തടയുന്നു. അവിടെ ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. മേഘന മുരളി അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. മേഘന, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ SFI പ്രവർത്തകർ ഒന്നൊന്നായി എത്തി. അവിടെ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിവരങ്ങൾ പ്രജിൻ, അങ്ങനെ തന്നെയാണ്. കാർഷിക സർവകലാശാല VC B അശോകിനെതിരെ SFIക്കാർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണർത്തുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും SFIക്കാർ VCയെ തടയാനുള്ള ശ്രമം, ഈ വന്ദേ ഭാരതിലാണ് VC വന്നിറങ്ങിയത്, അതിൽ VCയെ തടയാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ VCയുമായി സംസാരിക്കുന്നു, VCക്കെതിരെ പ്രതിഷേധിക്കുന്നു, പ്ലക്കാർഡ് ഉള്ള ഒരു പ്രതിഷേധമാണ് SFI നടത്തുന്നത്. അതിൽ പ്രധാനമായും SFI ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ വർധന അത് VCയുടെ ഒരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ്. VCയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നിക്ഷേപിച്ചിരുന്നു. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VC B അശോകനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധക്കാരുണ്ട്, SFIക്കാരുണ്ട്. SFI പ്രവർത്തകർ അവിടെ നോട്ടീസ് പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാറിന് മുന്നിൽ ഡാഷ്ബോർഡിൽ ഒപ്പം തന്നെ ബോണറ്റിൽ നോട്ടീസ് പതിപ്പിക്കാൻ ശ്രമിക്കുന്നു. മേഘന, തുടരാം. വാഹനം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അതിനിടയിൽ SFI പ്രവർത്തകർ VCയെ തട്ടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. VCയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. അതിൽ പ്രധാനമായും നേരത്തെ തന്നെ VCയുടെ ഔദ്യോഗിക വസതിയിലേക്ക് SFI പ്രതിഷേധം നടത്തുകയും SFI പ്രവർത്തകരെ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും ഈ പ്രതിഷേധം നീട്ടി SFI ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. അതിൽ പോലീസ് SFI പ്രവർത്തകരെ തടയുന്നു. ഈ വാഹനത്തിന് മുകളിൽ വരെ പോസ്റ്റർ ഒട്ടിച്ചാണ് SFI ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ VCയുടെ വാഹനം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതിൽ പ്രധാനമായും SFI ആരോപിക്കുന്നത് VCയുടെ B അശോകിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ, അതിനെതിരെയാണ് SFI പ്രതിഷേധിക്കുന്നത്. ഈ ഫീസ് വർധനയടക്കം, അത് UG, PG, PhD അടക്കമുള്ള വിഭാഗങ്ങളിലെ സെമസ്റ്റർ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ SFI പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ റോഡിലേക്ക് പ്രതിഷേധം നീളുന്നു. SFI തുടരെ ഈ വാഹനത്തിന് പിന്തുടരുന്നു. ഈ വാഹനത്തെ ഒരു തടയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി VCയുടെ വാഹനം പോകുന്നതിന് മുന്നിൽ SFI പ്രവർത്തകർ പോകുന്നു, അവർ തടയുന്നു. അതിൽ SFI ഇപ്പോഴും പറയുന്നത് ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ പിൻവലിച്ചില്ലെങ്കിൽ അത് SFI തടയും, SFI വസതിയിലേക്ക് അടക്കം മാർച്ച് നടത്തുമെന്നുള്ളതാണ്. അതിതാ ഇപ്പോൾ ഈ വാഹനത്തിന് പുറകെ അടക്കമുള്ളൊരു പ്രതിഷേധം. അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് കൂടെയുണ്ട്. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ VC പിൻവലിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു അധികാരത്തിന്റെ ഭാഷ VC ഉപയോഗിക്കരുത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അതിൽ നേരത്തെ തന്നെ SFI ഈ ഒരു വിഷയത്തിൽ VCയുമായി ചർച്ചയ്ക്കെത്തിയതാണ്. പക്ഷേ SFIക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും VC പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ അനുവദിക്കില്ല, അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. അല്പസമയം മുന്നേ നേരത്തെയാണ് ഔദ്യോഗിക വസതിയിലേക്ക്, VCയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു പോസ്റ്റർ മാർച്ചുമായി SFI എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VCയുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്. അത് വന്ദേ ഭാരതിൽ അല്പസമയം മുന്നെയാണ് VC റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഈ B അശോകിന്റെ വാഹനം തടയുന്നു. SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവർ ഇപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ മാർച്ച് നടത്തുകയാണ്, പ്ലക്കാർഡ് നടത്തുകയാണ്. ഇപ്പോൾ VCയുടെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കിയാണ് ഈ മാർച്ച് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഒരു പോസ്റ്റർ പ്രതിഷേധം VCയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഒരു മാർച്ച്, റെയിൽവേ സ്റ്റേഷന് മുന്നിൽ VCയുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. അതിന് പിന്നാലെ മാർച്ചുമായി SFI പ്രവർത്തകർ B അശോകിന്റെ വീട്ടിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ചുമായി പോകുന്നതിലാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്. അതിൽ പോലീസ് ഈ പ്രവർത്തകരെയൊക്കെ ആദ്യഘട്ടത്തിൽ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് SFI പ്രവർത്തകർ തയ്യാറായിട്ടില്ല. SFI പ്രവർത്തകർ ഇപ്പോൾ മാർച്ചുമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ VCക്കെതിരെ ശക്തമായ മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ നമുക്ക് SFI സംസ്ഥാന നേതാക്കളെ കാണാം.
സഞ്ജീവ് പ്രതികരിക്കും. പ്രതിഷേധ പ്രകടനമായി ഞങ്ങൾ തിരികെ പ്രകടനം തുടങ്ങിയിടത്തേക്ക് അവസാനിപ്പിക്കുകയാണ്, മറ്റെവിടത്തേക്കുമല്ല. തീർച്ചയായും ഈ ഫീസ് വർധനവ് പിൻവലിക്കുന്നവരെ സമരം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഇപ്പോഴും നിങ്ങൾ കണ്ടോ? ആ ധാർഷ്ട്യത്തെ, വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ മുൻനിർത്തി ഞങ്ങളുടെ സമരത്തിലൂടെ മറികടക്കും, അതിനെ അടിച്ചു തകർക്കും. അല്ല, ഞങ്ങൾ തിരികെ ഈ പ്രകടനം തുടങ്ങിയ ഇടത്തേക്ക് തിരികെ അവസാനിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് SFI പ്രവർത്തകർ വലിയ തരത്തിലുള്ള ഒരു മാർച്ചുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. അതിൽ SFI ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എന്ന നിലയിൽ ഈ തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അതിൽ B. അശോകിനെതിരെ ശക്തമായൊരു പ്രതിഷേധം. കാരണം B. അശോക് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഫീസ് വർധന അത് 35% മുതൽ 50% വരെയാണ് ഫീസ് കാർഷിക സർവകലാശാലയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ SFI വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ SFI മാർച്ച് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ മാർച്ച് നടത്തുകയാണ്. അതിൽ വൈകുന്നേരം തൊട്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ്. ശരി മേഘന, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് SFI ഇപ്പോൾ തമ്പാനൂരിൽ ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ വ്യക്തമാക്കിയതുപോലെ സർവകലാശാല എക്സിക്യൂട്ടീവുമായി സംസാരിച്ച് ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഈ ഫീസ് വർധന ഉണ്ടാവുകയുള്ളൂ എന്ന നേരത്തെയുള്ള ഉറപ്പ് അത് മറികടന്നാണ് ഇത്തരത്തിൽ ഓണാവധിക്ക് തൊട്ട് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ ഫീസ് വർധന ഇറക്കിക്കൊണ്ട് ഫീസ് വർധന പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് യൂണിവേഴ്സിറ്റി ഇറക്കിയത്. കാർഷിക സർവകലാശാല അതിൽ ഡിഗ്രി, PG, PhD വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ കൂട്ടുന്ന നിലപാടിലേക്ക് യൂണിവേഴ്സിറ്റി പോയിരുന്നു. ഏതാണ്ട് 2.5 ഇരട്ടിയോളമാണ് ഫീസ് വർധന ഉണ്ടായത്. ഇത്രയും ഇരട്ടി തുക ഒറ്റയടിക്ക് കൂട്ടുന്നതിൽ യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് വിദ്യാർത്ഥി സംഘടനകളും എടുത്തിരുന്നു. അതേ തുടർന്ന് സംസ്ഥാന സർവകലാശാല എക്സിക്യൂട്ടീവുമായി ഇരുന്ന് ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്ന ഉറപ്പ് നേരത്തെ ഈ യൂണിവേഴ്സിറ്റി അധികൃതർ നൽകിയതാണ് വിദ്യാർത്ഥികൾക്ക്. പക്ഷേ പിന്നീട് അത് മറികടന്നാണ് ഈ കഴിഞ്ഞ 3-ാം തീയതി ഒറ്റയടിക്ക് ഓണാവധിക്ക് തൊട്ട് മുൻപ് വളരെ പെട്ടെന്നൊരു തീരുമാനമായി, ഒരു ഉത്തരവായി ഇറങ്ങുകയും ചെയ്തത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ VC-ക്കെതിരെ, ഡോക്ടർ B. അശോകിനെതിരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ SFI പ്രവർത്തകർ ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.